പലപ്പോഴും ഈ 90s കിഡ്സിന്റെ പാരന്റിങ് വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്. അതായത് ഈ പഴമയിൽ നിന്ന് മുഴുവനായിട്ട് വിട്ടിട്ടുമില്ല, എന്നാൽ 2K കിഡ്സിന്റെ പുതുമ മുഴുവനായി ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഉദാഹരണത്തിന് ഈ 8 എന്ന് എഴുതിയ ക്യാൻഡിൽ ഇപ്പൊ ഞാൻ എൻ്റെ അമ്മോട് വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്തിന്, എന്താവശ്യത്തിന്, ഒരു ഉപകാരമില്ലാത്ത അത് എന്തിനാ വാങ്ങണ്ടേ? ഇതേ സെയിം ഡയലോഗ് അവൾ എന്നോട് ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തന്നെയാട്ടോ. അവളിപ്പോ പറഞ്ഞതുപോലെ ഈ കേക്കും ഞാൻ അവളെ പറ്റിച്ച് ഒരു സർപ്രൈസ് തന്നെയായിട്ടാണ് കേട്ടോ വാങ്ങിയത്. ആക്ച്വലി എല്ലാത്തിൻ്റെ ഫ്രണ്ടില് നമ്മുടെ അമ്മമാര് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു നോ പറഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ച അതേ സർപ്രൈസസും ക്യൂട്ട് ഐറ്റംസും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്തൊരു സ്നേഹം! അങ്ങനെ പറയത്തക്ക ഒരു വലിയ ആഘോഷമൊന്നും ആയിരുന്നില്ല കേട്ടോ. അവളുടെയും പ്രണവിൻ്റെയും കുട്ടിപ്പട്ടാളംസിനെയൊക്കെ ഒന്ന് വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് അവർ കഴിക്കുക, കളിക്കുക, ആഹ്ലാദിക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഈ നോ പറയണോണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തെറ്റ് തോന്നാറില്ല കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. കാരണം അച്ഛനും അമ്മൂമ്മയും ഓൾറെഡി അവൾക്ക് ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടാം. എന്താ വെച്ചാൽ നല്ല രസമുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബോക്സ് തന്നെയാണത്. അത് കൂടാണ്ട് അവളുടെ സ്കൂളിലത്തെ ഫ്രണ്ട്സും ഒരുപാട് കുട്ടികൾ, അവൾ കുറേ കുട്ടികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ആരാധ്യ, ഇസബെല്ല, ഏഞ്ചലീന, കാത്തറിൻ, ഫാത്തിമ, അങ്ങനെ കുറെ കുട്ടികളുടെ പേരൊക്കെ പറയണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാണ്ടായാലും അവർക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ നമ്മള് 90s കിഡ്സ് പൊളിയല്ലേ. അവൾ ഒരുപാട് ആഗ്രഹിച്ച ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തത്. ആ സർപ്രൈസ് ഒരു പാട്ടിലൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.